തോമസ് ഐസക് കൂടി വരുമ്പോൾ കളത്തിൽ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാകുകയാണ്. ഇപ്പോൾ പാർലമെന്റിലേക്ക് പറ്റിയ ഒരാൾ തോമസ് ഐസക് സ്ഥാനാർത്ഥിയാണ്. കാരണം ഈ പാർലമെന്റിൽ പലപ്പോഴും ഇടതുപക്ഷം നേരിടുന്ന ഒരു വലിയ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ നേരിടുന്ന ഒരു വലിയ വിഷയം, അവിടെ പ്രോപ്പറായി ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനും സഭയുടെ ചർച്ചകളിൽ പങ്കെടുക്കാനും ഒരുപക്ഷെ നമ്മുടെ ശശി തരൂരിന് കഴിയുന്ന പോലെ മറ്റു പലർക്കും കഴിയുന്നില്ല എന്നുള്ളൊക്കെ ഒരു ആരോപണം വന്നു. പലരും തപ്പിത്തടയുന്നു, ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല എന്നൊക്കെയുള്ള പലതരം ആക്ഷേപങ്ങളും അവരെ പരിഹസിച്ചുകൊണ്ടുള്ള വീഡിയോകളും എല്ലാം പുറത്തു വരുന്നുണ്ടായിരുന്നു. ഏതായാലും ശശി തരൂരും ജോൺ ബ്രിട്ടാസും ഒക്കെ അവരുടെ ഭാഷ ഒക്കെ പ്രാവീണ്യം കൊണ്ടൊക്കെ തിളങ്ങുന്ന ഒരു ഘട്ടത്തിൽ അവിടേക്ക് തോമസ് ഐസക് കൂടി പോവുകയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ വലിയ ഒരു തർക്ക വിഷയമായി കേരള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വരുന്നൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു എക്കോണമി ഡെവലപ്മെൻറ്റ് BJP പ്രധാനമായും കേന്ദ്രീകരിക്കുന്ന ഇത്തരം വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനെ പ്രോപ്പറായി കൗണ്ടർ ചെയ്യാനും CPMന്റെ നിലപാടുകൾ വെക്കാനും തോമസ് ഐസക്കിനെ പോലൊരാൾ പോയാൽ അത് ഗുണകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇതൊക്കെ പത്തനംതിട്ടയെ ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമാക്കുന്നു എന്നാണ് അവിടെ ഈ അതോടൊപ്പം ഈ ശബരിമല എന്നതായിരുന്നല്ലോ കഴിഞ്ഞ തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയവും ശബരിമല തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിൽ ആര് എന്ന തരത്തിൽ, അല്ലെങ്കിൽ ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ ആര് എന്നൊരു ചർച്ച ഉയർന്നു വന്നത്. അപ്പോഴും മനു, ഈ ജാതി വോട്ടുകൾ എന്നത്, ഈ ജാതിയും രാഷ്ട്രീയവും തമ്മിലൊന്നും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും പത്തനംതിട്ടയിലെ ജനസംഖ്യ പരിശോധിച്ചാൽ അവിടെ കൃത്യമായി ക്രിസ്ത്യൻ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ പേര് പരിഗണിക്കുമ്പോഴടക്കം ആ മതവിഭാഗത്തിൽ നിന്ന്, ജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെയാണ് മുന്നണികൾ, ഇടതു വലത് മുന്നണികൾ പരിഗണന നൽകാറുള്ളത് എന്നതും വ്യക്തമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അത്തരം ജാതി സമവാക്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമോ? അവിടെയാണല്ലോ PC ജോർജിന് കൂടുതൽ സാധ്യത BJP നൽകുന്നത്. അവിടെ ഈ ജാതി സമവാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 57% ഹിന്ദുക്കളാണ് ഒരു പൊതുവെയുള്ള ഒരു കണക്ക്. ഒരു 30-35% ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു 7% ആളുകളും വരും. ഈ ഹിന്ദു വിഭാഗത്തിൽ തന്നെ പ്രബലമായി നിൽക്കുന്നത് NSS, എന്നുവെച്ചാൽ നായർ വിഭാഗം. നായർ വിഭാഗത്തിന് അവിടെ കാര്യമായ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ നായർ വിഭാഗം ഇപ്പോൾ കൂടുതലും BJPയോട് അടുക്കുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയമായുള്ള ഒരു വിലയിരുത്തൽ. ഒരു 20% നായർ വോട്ടുകളുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകളും ഒരു നിർണായക ഘടകമാണ്, 30-35%. ആൻ്റണി ഒരു കാത്തലിക് എന്ന നിലയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഈ ഹൈന്ദവ സമൂഹത്തിനിടയിലും ഒരു അംഗീകരിക്കപ്പെട്ട സ്വാധീനമുള്ള ആളുകളുടെയൊക്കെ ഒരു സമ്മതനായ ഒരു നേതാവായി ആൻ്റണിക്ക് അവിടെ സ്വയം അവിടെ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഗുണം അദ്ദേഹത്തിന് ചെയ്തിട്ടും ഉണ്ട്. അതേസമയം ഈ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റുകൾ നമുക്കറിയാലോ. ഇതിന് മുന്നിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ആൻ്റണിയോടൊപ്പം കോൺഗ്രസ് കാൻഡിഡേറ്റ് ആൻ്റണിയോടൊപ്പം അന്ന് ആദ്യം 2009 മത്സരിക്കുന്നത് അനന്തഗോപനാണ്. അദ്ദേഹവും ഒരു വിശ്വാസിയാണ്. ആ നിലയ്ക്കൊക്കെ ഒരു ഹൈന്ദവർക്കിടയിൽ അംഗീകാരമുള്ളവരാണ്. പക്ഷേ എന്തുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ആൻ്റണിക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞു കാണണം. രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നത് ഫിലിപ്പോസും തോമസും ഒക്കെ വന്നപ്പോഴും ഒക്കെ ആൻ്റണിക്കൊപ്പമാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം ഹിന്ദു വിഭാഗം നിന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് ആ വോട്ടിങ്ങിൽ നിന്ന് മനസ്സിലാക്കും. ശരി, അതായത് പൊതുവെ ഹിന്ദു വോട്ടുകൾക്ക് ഏകീകൃത സ്വഭാവം ഉണ്ടാകില്ല. അതേസമയം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കൂടുതൽ ഏകീകൃത സ്വഭാവത്തോടു കൂടി ബൂത്തിലേക്ക് എത്തുന്നു എന്ന ഒരു പൊതു വിലയിരുത്തൽ കൂടി ഉള്ള മണ്ഡലം ആണ് പത്തനംതിട്ട. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്നത് സംബന്ധിച്ച ചിത്രം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി ആന്റണി തന്നെയായിരിക്കും ജനവിധി തേടുക. LDF സ്ഥാനാർത്ഥിയായി തോമസ് ഐസക് എത്തുന്നു എന്നുള്ളതാണ്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി മനു ഭരത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ BJPയുടെ ഭാഗമായിട്ടുള്ള PC ജോർജ് തന്നെ ആയിരിക്കണം BJP സ്ഥാനാർത്ഥിയായി ഇത്തവണ പത്തനംതിട്ടയിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. നമുക്ക് ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ ആണ്. ആ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ ഉൾപ്പെടെ ഈ പത്തനംതിട്ട എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ പെടുന്നവയാണ്, അവിടുത്തെ വോട്ടർമാരുടെ കണക്ക്, അത് ഏറ്റവും പുതിയ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമായിരിക്കും പുറത്തുവിടുക. നമ്മൾ ഏറ്റവും പുതിയ ഡേറ്റ ആണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളും എന്നത് കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമാണ്. പൂഞ്ഞാറിനെ കുറിച്ച് വീണ്ടും പറയുമ്പോൾ PC ജോർജിലേക്ക് തന്നെ ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ടല്ലോ മനു. അതെ, ഇത് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട ഡാറ്റയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അതിലിപ്പോൾ നമുക്കറിയാം ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം 2 ജില്ലകളിൽ, കോട്ടയം ജില്ലയിലാണല്ലോ വരുന്നത്. ഒരു കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങൾ കോട്ടയം ജില്ലയിൽ വരുന്നു. അതുപോലെ നമ്മുടെ പിന്നെ
പത്തനംതിട്ട ജില്ലയിലുള്ള മറ്റ് എല്ലാ പ്രദേശവും തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ തുടങ്ങിയ മേഖലകളെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള മണ്ഡലങ്ങളാണ്. ഇപ്പോൾ ഈ പത്തനംതിട്ടയിൽ ഒരു 10,35,925 വോട്ടർമാരാണ് ഏറ്റവും അവസാനം ഒരു കൺസോളിഡേറ്റഡ് കണക്കിൽ നമുക്ക് കിട്ടുന്നത്. അത്രയും പേരാണ് സമ്മതിദായ അവകാശകരായി പത്തനംതിട്ട ജില്ലയ്ക്കകത്തുള്ളത്. അതുകൂടാതെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറിലും ഒരു 1,80,500, അതുപോലെ 1,87,000 എന്നിങ്ങനെ രണ്ട് കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പിന്നെ പുരുഷൻ വോട്ടർമാർക്ക് കാര്യമായ ഒരു സ്വാധീനം ഉണ്ട്. നല്ല പിന്നെ അവർക്ക് കാര്യമായ ഒരു പ്രോമിനൻസ് ഒക്കെ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ പിന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമാകുകയും ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് ഈ മണ്ഡലം.